മീൻ കൊണ്ട് 2-3 വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് പാസീവ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്ന കറിയിൽ പ്രധാനമായും മീൻ തലക്കറിയാണ്. ഞങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മീൻ തലക്കറി തയ്യാറാക്കാൻ വേണ്ടി മീനിൻ്റെ തല പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം സവാളയും ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 3 വെളുത്തുള്ളി കൂടെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ മുറിച്ച് ചേർത്ത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും ചേർത്താൽ നമ്മുടെ തലക്കറി റെഡിയായി. അടിപൊളി ടേസ്റ്റുള്ള തലക്കറിയാണ്. ഇനി മീൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുത്ത് എണ്ണയൊന്നും ചേർക്കണ്ട, എണ്ണ ചേർക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കണം. എണ്ണ തീരെ ചേർക്കണ്ട, നല്ല ഹെൽത്തി ആയിട്ടുള്ള മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. തേങ്ങയിലുള്ള വെള്ളമെല്ലാം ആറിയതിന് ശേഷം നല്ലപോലെ വെള്ളമാറിയതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മല്ലിപ്പൊടി കുറച്ചും കൂടെ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണലൊന്ന് മാറി കിട്ടിയാൽ മതി. തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ നല്ല രുചിയുള്ള മീൻ കറിയാണിത്. പൊടികളുടെ പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട്. അരക്കുന്ന സമയത്ത് ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ആകുമ്പം കുറച്ച് പുളി മതി, കൂടുതൽ പുളിയിലെ ആവശ്യമില്ല. ഇനി മീൻചട്ടിയിലേക്ക് മീൻ ഇട്ട് കൊടുത്ത് മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് വെച്ചതാണ്. അത് മീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇത് കടുവ മീനാണ്. ഒരു തക്കാളി ചെറുതായി മുറിച്ചതും 2-3 പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം സവാളയും ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. സവാളയൊന്നും കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, അധികം സവാള ചേർക്കാതിരിക്കുന്നതാണ് ഇതുപോലെ മീൻ കറി വെക്കുമ്പോൾ നല്ലത്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങയും കൂടെ ചേർത്ത് മിക്സി ജാറ് കഴുകി കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് പുളിയും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളി ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കയ്യിലിട്ടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇളക്കി കഴിഞ്ഞാൽ എല്ലാം ഉടഞ്ഞു പോവും. ഇനി ഇത് അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് അടച്ച് വെച്ച് എണ്ണ തെളിയുന്നവരെ വേവിച്ചെടുക്കണം. ഇനി മീൻ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം എടുത്ത് ചൂടുവെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് കലക്കിയെടുക്കണം. ഇനി മുട്ട നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കലക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇതാ കണ്ടില്ലേ. ഇനി ഇത് അടച്ച് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ ഒരു 1/2 മണിക്കൂർ വെക്കാം. മീൻകറി ഇതാ പാകത്തിന് റെഡിയായി, എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വെളിച്ചെണ്ണ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. മീനിൽ തന്നെ നല്ല നെയ്യുണ്ട്. ഇനി കറി വാങ്ങി വെക്കാം. ഒരു കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മീൻ ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും. മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി
ഒക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് 2 വശവും തിരിച്ച് മറിച്ചോട്ട് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള മീൻ ഫ്രൈ റെഡിയായി. ഇനി ചപ്പാത്തി ചെയ്താൽ നല്ല പോലെ പൊങ്ങി മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ സമയം വെച്ചാൽ കൂടുതൽ സോഫ്റ്റാവും. ഇത് പരത്തിയെടുത്ത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുമ്പളകളായിട്ട് വരും. സമയത്ത് എണ്ണയോ നെയ്യോ വേണമെങ്കിൽ തടവി കൊടുക്കുക. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്ത് കണ്ടില്ലേ നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ചപ്പാത്തി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മീൻകറിയും മീൻ തലക്കറിയും ചപ്പാത്തിയും ഒക്കെ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.